നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗുരുവായൂരിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത് വികസനങ്ങൾ നടപ്പിലാക്കുമെന്നും ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മുരളീധരൻ. ഗുരുവായൂരിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണത്തിന് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് കേസിൽ പിടിയിലായത്. പുന്നൂർക്കുളത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. കർഷകരും പ്രദേശവാസികളും ആശങ്കയിൽ. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ഭീതിയിൽ. എത്രയും വേഗം പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യം. പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനായി ഒരുങ്ങി ശ്രീകൃഷ്ണ കലാലയം. ഹൃദയത്തിൽ ശ്രീകൃഷ്ണ 2.0 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായർ തിങ്കൾ ദിവസങ്ങളായി നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോളേജ് സ്ഥാപിതമായ 1964 മുതൽ 2026 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേരുക. വാർത്തകൾ വിശദമായി. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ തെക്കേനടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിർമ്മിച്ച അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള സ്റ്റേജിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുപ്പതി ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഫണ്ട് തിരുപ്പതി ക്ഷേത്രത്തിന്റെ വികസനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനൊപ്പം ആ നഗരത്തിലെ ആശുപത്രി തുടങ്ങിയ വികസനങ്ങൾക്ക് വിനിയോഗിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത് വികസനങ്ങൾ നടപ്പിലാക്കും. പലപ്പോഴും ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഉദ്ദേശിച്ച കാര്യമല്ല നടന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവായൂരിലെ ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങൾ വിപുലീകരിക്കും. ദേവസ്വത്തിൽ ഒഴിവുവരുന്ന 3 ഭരണസമിതി അംഗങ്ങളെ സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയോടെ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവ് ഉടൻ നികത്തും. ഭക്തനാണെന്ന് പൂർണ്ണമായി തനിക്ക് വിശ്വാസമുള്ള ആളെയാകും നിയമിക്കുക എന്നും മന്ത്രി പറഞ്ഞു. ആളുകൾ തൊഴിൽ 2 വീട്ടിലൂടെ ആവശ്യം നല്ല ഭക്തന്മാരെ വർദ്ധിക്കുകയാണ്. അങ്ങനെ രീതിയിലാണ് ഇപ്പൊ അവധിയാകാൻ നടക്കുന്നു. ആ ഒരു ശൈലി മാറിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ ദർശനം നടത്താനുള്ള ഒരു അവസരം ജീവനക്കാരുണ്ടാക്കി കൊടുക്കണം. ഏതായാലും പുതിയതായിട്ട് ഞങ്ങൾ ഓഡിയൻസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പഴയ ആൾക്കാർ അതനുസരിച്ച് മാറണം. അവർക്ക് കോഴ്സ് നടത്തണം വേണ്ടതെന്ന് വിചാരിക്കും. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, കളക്ടർ ശിഖ സുരേന്ദ്രൻ, സ്റ്റേജ് വഴിപാടായി സമർപ്പിച്ച തമിഴ്നാട് കുംഭകോണം ഗുരുവായൂരപ്പ ഭക്ത സേവാ സംഘത്തിന്റെ പ്രതിനിധി മണി രവിചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. 45 ലക്ഷം രൂപ ചെലവിലാണ് സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ആഗസ്റ്റ് 8-ന് കുംഭകോണം ഗുരുവായൂരപ്പ ഭക്തസേവാ സംഘം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലക്ഷങ്ങളുടെ വഴിപാട് സമർപ്പണം നടത്താറുണ്ട്. ഗുരുവായൂർ ദേവസ്വം സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷന്റെ കെട്ടിട സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ സ്റ്റേജ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് നിലവിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം കയറിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ആധുനിക രീതിയിലുള്ള വലിയ കെട്ടിടം പണിതിട്ടുണ്ട്. വാടക സംബന്ധിച്ച് തർക്കം കാരണം കെട്ടിടം ഫയർഫോഴ്സിന് കൈമാറിയിട്ടില്ല. നാടിന്റെയും പൊതുജനങ്ങളുടെയും ജീവൻ സംരക്ഷിക്കേണ്ട സുപ്രധാന ചുമതല ഫയർഫോഴ്സ് സംവിധാനത്തിനുണ്ട്. അതിനാൽ ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഫയർ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം. ദേവസ്വം മന്ത്രിയും ഫയർ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സംയുക്തമായി ഈ കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. ഗുരുവായൂരിൽ ആധുനിക ചികിത്സ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശുപത്രി നിർമ്മിക്കണമെന്നും മമ്മിയൂരിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. നാട്ടിലെ നമ്മുടെ എല്ലാവരെയും രക്ഷപ്പെടുത്തേണ്ട ചുമതലയുള്ളൂ. ഫയർഫോഴ്സ് സംവിധാനത്തെ രക്ഷപ്പെടുത്താൻ പണിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന്
നമ്മുടെ ആ സംവിധാനത്തെ ഇങ്ങോട്ട് മാറ്റും. ഒരു വാടക പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് കാര്യം. അത് നമുക്ക് പരിഹരിക്കാവുന്നതുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും ഫയർ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് അവരെ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു നടപടിയും കൂടി സ്വീകരിച്ചാൽ അത് ഗുരുവായൂരപ്പനോട് ചെയ്യുന്ന ഒരു വലിയ പുണ്യകർമ്മം കൂടിയാവും. ഗുരുവായൂരിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി. തൈക്കാട് പള്ളി റോഡിലെ അവിൽ പ്രോ ജ്യൂസ് കടയിലും മാവിൻ ചുവട്ടിലെ KM ഫ്രൈഡിലുമാണ് മോഷണം നടന്നത്. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് കേസിൽ പിടിയിലായത്. 15ഉം 17ഉം വയസ്സുള്ളവരാണ് മോഷണം നടത്തിയത്. ഏതാനും ദിവസം മുൻപാണ് ഇരുവരും കുടുംബത്തോടൊപ്പം ഗുരുവായൂരിലെത്തിയത്. മോഷണത്തിന് പിന്നാലെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. കടകളിൽ നിന്ന് 16,000 രൂപയും മൊബൈൽ ഫോണുകളുമാണ് നഷ്ടപ്പെട്ടത്. ഇത് പോലീസ് ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. കടലിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഫിഷറീസ് വകുപ്പ് ഗുരുതരമായ അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ബീച്ചിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി കാര്യക്ഷമമായ തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ഉമ്മർ മനാഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KM അലി, ജില്ലാ ഭാരവാഹികളായ റീന കരുണൻ, TN ഹനീഫ, ഡിവിഷൻ സെക്രട്ടറി KS അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ശ്രീ K മുരളീധരൻ പറഞ്ഞത് കടലിൽ പോയാൽ കിട്ടാൻ കുറച്ച് ദിവസമൊക്കെ എടുക്കും. അത്തരത്തിൽ നിസ്സംഗമായൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനൊരു വകുപ്പ് മന്ത്രിയുണ്ട്. അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ ഇതെന്ന് ചോദിച്ചാൽ അത് അറിയാത്ത ഒരാളാണ് നിർഭാഗ്യത്തിന് നമ്മുടെ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് ഇതിൻ്റെ ABCD ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കാര്യത്തിൽ അങ്ങേയറ്റത്ത് നിസ്സഹായനായൊരു നിലപാടാണ് സ്വീകരിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനായി ഒരുങ്ങി ശ്രീകൃഷ്ണ കലാലയം. ഹൃദയത്തിൽ ശ്രീകൃഷ്ണ 2.0 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം അവിസ്മരണീയമാക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോളേജ് സ്ഥാപിതമായ 1964 മുതൽ 2026 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേരുക. കോളേജ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ 2 ദിവസങ്ങളിലായി 15,000-ലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ സംഗമത്തിൽ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഓർമ്മകളുടെ വസന്തകാലത്തേക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സംഗമത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് സംഘാടകർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പഴയ ക്ലാസ് മുറികളിൽ ഒത്തുചേരുന്ന ബാക്ക് ടു ക്ലാസ് റൂം, കോളേജ് യൂണിയൻ ആദ്യകാല ഭാരവാഹികളുടെ സംഗമമായ സാരഥ്യം, സംരംഭകരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഉദ്യമഗാഥ, അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്ന സ്നേഹാദരം, ഡി-സോൺ, ഇന്റർ-സോൺ, സൗത്ത് സോൺ കലാമേളകളിലെ പ്രതിഭകളുടെ സംഗമം മെമ്മോറിയ ഇൻ ആർത്തെ, കായിക താരങ്ങളുടെ സംഗമം മെമ്മറി ട്രാക്ക്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എത്തുന്നവരെ അടയാളപ്പെടുത്തുന്ന ലോകത്തിൽ ശ്രീകൃഷ്ണ, പൂർവ്വ വിദ്യാർത്ഥികളുടെ പഴയ കാലവും പുതിയ കാലവും അടയാളപ്പെടുത്തുന്ന ഓൾഡ് ആൻഡ് നൗ ഓർമ്മവാൾ, പഠന കാലയളവിൽ തങ്ങളുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തിയവരെ അടയാളപ്പെടുത്തുന്ന കപ്പിൾ വാൾ, കോളേജിലെ സുഹൃത്തുക്കൾക്ക് തങ്ങളുടെ കലാഭിരുചികളെ അവതരിപ്പിക്കാവുന്ന വിധം വേദികൾ സജ്ജമാക്കി പാടാം നമുക്ക് പാടാം, ഗൃഹാതുരത ഉണർത്തുന്ന കലാലയ പരിസരങ്ങളിലേക്ക് മടങ്ങുന്ന എ ബാക്ക് ടു റിമംബർ എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ, പൂർവ്വ വിദ്യാർത്ഥികളായ കയ്പമംഗലം MLA KK വത്സരാജ്, തരൂർ MLA PP സുമോദ്, തൃത്താല MLA VT ബൽറാം, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, കേരള ബാങ്ക് തൃശൂർ റീജിയണൽ ബോർഡ് ഡയറക്ടർ M ബാലാജി, പ്രശസ്ത ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, പ്രശസ്ത സിനിമാ കലാ സംവിധായകനായ അജയൻ ചാലിശ്ശേരി എന്നിവർക്കൊപ്പം
മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മണലൂർ MLA-യുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് തുടങ്ങിയവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കും. 2022 ജൂലൈ 17-18 തീയതികളിൽ സംഘടിപ്പിച്ച ഹൃദയത്തിൽ ശ്രീകൃഷ്ണ സീസൺ 1 ശേഷമാണ് വിപുലമായ രീതിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് രണ്ടാം സീസൺ സംഘടിപ്പിക്കുന്നത്. മഹാസംഗമത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയും ശ്രീരാഗ് നയിക്കുന്ന ഗന്ധർവാസ് ബാൻഡിന്റെ മ്യൂസിക്കൽ ഷോയും തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ആതിരം ഫോക്ക് ബാൻഡിന്റെ സംഗീത പരിപാടിയും വൈകിട്ട് 8 മണിക്ക് DJ നൈറ്റും അരങ്ങേറും. പ്രണയത്തിന്റെയും സൗഹൃദങ്ങളുടെയും സമരാവേശങ്ങളുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കലാലയത്തിന്റെ അക്ഷരമുറ്റത്ത് വീണ്ടും ഒന്നുചേരാനെത്തുന്നവരെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുന്നിൻ മുകളിലെ ക്യൂബ എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ കലാലയം. എരുമപ്പെട്ടി പാത്രമംഗലത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. വെട്ടുകാട് സ്വദേശി രാഗിലിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10:30-യോടെയാണ് അപകടം. പരിക്കേറ്റ രാഗിലിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഉദാരമതികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണം അനിവാര്യമാണെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വേലൂർ കുറുമാലിൽ ആരംഭിച്ച 2ാമത് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവയവദാനം കച്ചവടമാകുന്നതാണ് ഈ രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളി. നിയമങ്ങൾ കർശനമാക്കിയതോടെ അവയവങ്ങൾ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. രോഗിയുടെ അവസ്ഥയനുസരിച്ച് അവയവദാന നിയമങ്ങൾ ഉദാരമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരണാനന്തര അവയവദാനത്തെ സർക്കാർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ ചിലർ മതങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന തെറ്റായ പ്രചരണം അവയവദാനത്തിന് വിഘാതമായി മാറുന്നു. മായം കലർന്ന ഭക്ഷണമാണ് മനുഷ്യരെ മാറാരോഗികളാക്കുന്നത്. ഇതിനെതിരെയുള്ള ശിക്ഷാരീതി കൂടുതൽ കടുപ്പിച്ചാൽ മാത്രമേ മായം ചേർക്കലിന് തടയിടാൻ കഴിയുകയുള്ളൂവെന്നും ആരോഗ്യമേഖലയിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവയവദാനത്തിന് വേണ്ടി ആളുകൾ മുന്നോട്ട് വരുന്നു. അത് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ കമ്മിറ്റി വെക്കാതിരിക്കാനും നിവൃത്തിയില്ല. കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ കമ്മിറ്റി എടുക്കുന്ന മുഴുവൻ അംഗീകരിച്ചാൽ രോഗിക്ക് ആവശ്യത്തിനുള്ള കിഡ്നിയോ ലിവറോ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ഫാദർ ഡേവിസ് ചിറമേലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 2ാമത്തെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൽ 10 മെഷീനുകളാണുള്ളത്. ഫെഡറൽ ബാങ്ക് ഫോർമീസ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇതോടെ ഡയാലിസിസ് സെന്ററിൽ 20 ബെഡുകളായി. ഒരു ദിവസം 40 രോഗികൾക്ക് ഡയാലിസിസ് നടത്താം. ഫിസിയോ ടുഡേ UK സഹായത്തോടെ ആരംഭിച്ച സൗജന്യ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഓപ്പൺ ജിം, വിശാല കിഡ്നി ഗ്രീൻ പാർക്ക് എന്നിവയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ആമുഖ പ്രഭാഷണം നടത്തി. അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടമ്പാണി മുഖ്യപ്രഭാഷണം നടത്തി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ഫാദർ ജോൺസൺ പടിഞ്ഞാക്കര, ഫാദർ സേവ്യർ ക്രിസ്റ്റി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രമീള സുബ്രഹ്മണ്യൻ, സിനി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ കവിത ബാബു, KA പോൾസൺ, EK സതീഷ്, ഷീന സാബു, KFA വൈസ് ചെയർമാൻ G മോഹനചന്ദ്രൻ, പ്രിൻസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കിഴക്കേ നടയിൽ കാനയിൽ വീണ കാർ ഫയർഫോഴ്സ് എത്തി കരയ്ക്ക് കയറ്റി. ടൗൺ ഹാളിന് പുറകിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിലാണ് കാറിന്റെ ചക്രം കാനയിലേക്ക് ഇറങ്ങിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് കാർ പുറത്തെടുത്തത്. എടക്കലത്തൂർ ദേശാഭിമാനി നാടകോത്സവത്തിന്റെ ഭാഗമായി പ്രൊമോ സോങ് പുറത്തിറക്കി. ആർട്ടിസ്റ്റും നാടക പ്രവർത്തകനുമായ ബാബു വാഗ രചിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഗാനം ഒരുക്കിയത്. വരികൾക്കനുസരിച്ചുള്ള സംഗീതവും ആലാപനവും ദൃശ്യങ്ങളും AI സംവിധാനം വഴിയാണ് ഗാനത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. നാടക ടെലിഫിലിം രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ബാബു വാഗ ദേശാഭിമാനി നാടകോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ്. നാടകോത്സവത്തിന്റെ സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ഒരു സ്നേഹോപഹാരം എന്ന നിലയിലാണ് ഗാനം ഒരുക്കിയത് എന്ന് ബാബു പറഞ്ഞു. ആഗസ്റ്റ് 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിലാണ് ദേശാഭിമാനി നാടകോത്സവം അരങ്ങേറുന്നത്. വർഷങ്ങളായി എടക്കലത്തൂർ ദേശാഭിമാനി നാടകോത്സവം മുടങ്ങാതെ കാണാറുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു ആസ്വാദനവും നാടകത്തോടുള്ള സ്നേഹവുമാണ് ഈ ഗാനം എഴുതാൻ എനിക്ക് പ്രചോദനം നൽകിയത്.
ഈ ഗാനത്തിൻ്റെ രചന എൻ്റേതാണെങ്കിലും ഇതിൻ്റെ സംഗീതവും ആലാപനവും ഇന്നത്തെ കാലത്തെ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് ഈ ഗാനം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അർജുൻ ആയങ്കയ്ക്ക് എത്ര നാൾ മുങ്ങി നടക്കാൻ കഴിയുമെന്നും സമയത്ത് പിടികൂടുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ശബരിമല നെയ് ക്രമക്കേട് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കും. ഭക്തരുടെ പണം കവർന്നവരെ വെറുതെ വിടില്ലെന്നും ദേവസ്വം വിജിലൻസിന്റെ കത്ത് കിട്ടിയാലുടൻ അന്വേഷണം കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിക്കുന്ന സ്പോർട്ടീസ് എബിലിറ്റി ഫുട്ബോൾ മേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്താനുമായിട്ടാണ് കായികമേള സംഘടിപ്പിച്ചത്. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള, ബ്യൂമർക്ക് ഇന്ത്യ സ്പോർട്ടിസ് എബിലിറ്റി ഹബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. മേളയിൽ സംസ്ഥാനത്തെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ 9 സെന്ററുകളിൽ നിന്നായി ഭിന്നശേഷിക്കാരായ 200ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബുദ്ധിപരമായ വൈകല്യങ്ങൾ, കാഴ്ച കേൾവി പരിമിതികൾ, അസ്ഥി സംബന്ധമായ വൈകല്യങ്ങൾ എന്നിവ നേരിടുന്ന കുട്ടികൾക്കായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 7 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളെ 3 പ്രായവിഭാഗങ്ങളായി തിരിച്ചാണ് കായിക പരിപാടികൾ നടത്തുന്നത്. 13 മുതൽ 18 വയസ്സുവരെയുള്ളവർക്കായി ആവേശകരമായ സെവൻസ് ഫുട്ബോൾ ലീഗ് ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുണ്ട്. 4 ടീമുകൾ ഏറ്റുമുട്ടുന്ന ലീഗ് മത്സരങ്ങളിൽ നിന്നും മുന്നിലെത്തുന്ന 2 ടീമുകൾ ഫൈനലിൽ മാറ്റുരയ്ക്കും. വിദഗ്ധരായ 20 പരിശീലകരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. മേളയ്ക്ക് കുട്ടികളുടെ രക്ഷിതാക്കളും നേതൃത്വം നൽകി വരുന്നുണ്ട്. കുട്ടികളുടെ കായികക്ഷമതയും വിനോദവും ലക്ഷ്യമിട്ട് ഗോൾ സ്കോറിംഗ്, പെനാൽറ്റി ഷൂട്ടൌട്ട്, ഡ്രിബ്ലിംഗ്, ബൌളിംഗ്, രക്ഷിതാക്കളും കുട്ടികളും ഒരുമിക്കുന്ന പാസിംഗ് ചലഞ്ച് ഉൾപ്പെടെ 8 പ്രത്യേക ഫുട്ബോൾ ആക്ടിവിറ്റി സോണുകളും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ കായിക പങ്കാളിത്തവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് നടത്തുന്ന ഗേൾസ് ഫൈവ്സ് ഷോക്കേസ് മാർച്ച് ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. രാവിലെ 8-ന് കായിക താരങ്ങളുടെ മാർച്ച് പാസ് ഉണ്ടായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പതാക ഉയർത്തി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബീന ബാബു, CPSAK സംസ്ഥാന സെക്രട്ടറി ഗിരിജകുമാരി, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ കുട്ടിയും വിജയിയാണ് എന്ന ആശയത്തോടെ നടത്തുന്ന ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും പ്രത്യേക ഉപഹാരങ്ങളും നൽകും. കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്റർ സ്പ്രിന്റിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ സ്വന്തമാക്കിയ മുഹമ്മദ് ബാസിലിനെ മന്ദലാകുന്ന വിൻഷെയർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വെളിയങ്കോട് സ്വദേശിയായ ബാസിൽ ജന്മന വലത് കൈ ഇല്ലാതെയാണ് ജനിച്ചത്. പരിമിതികളെ കഠിനാധ്വാനം കൊണ്ട് മറികടന്നാണ് ബാസിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയത്. ലൈബ്രറിയുടെ ഉപഹാരം പൊന്നാനി മുനിസിപ്പൽ കൗൺസിലർ ജിഷ ഹരി ബാസിലിനെ കൈമാറി. ലൈബ്രറി ജനറൽ സെക്രട്ടറി PG അതുൽ കൃഷ്ണ പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ ലൈബ്രറി മുൻ ഭാരവാഹികളായ PH സാദിഖ്, KS ഷിബിലി, PS അബ്ദുൽ നൂർ, മുതിർന്ന അംഗം EA ഷിഹാബുദ്ദീൻ, എക്സിക്യൂട്ടീവ് അംഗം KS ഷഹീൻ, നാട്ടുകാർ, ബാസിലിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പുന്നീർകുളത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. കർഷകരും പ്രദേശവാസികളും ആശങ്കയിലാണ്. പുന്നീർകുളം അണ്ടത്തോട് മേഖലയിലാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം വൻതോതിൽ കണ്ടുവരുന്നത്. തങ്ങൾപ്പടിയിൽ അടഞ്ഞുകിടക്കുന്ന കേരള ഹോട്ടൽ പരിസരത്താണ് ഇവയെ ധാരാളമായി കാണുന്നത്. ഇത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. മഴക്കാലം ശക്തമായതോടെയാണ് കൃഷിയിടങ്ങളിലും വീട്ടുപറമ്പുകളിലും വ്യാപകമായി ഇവ പെരുകാൻ തുടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികൾ, വാഴ, പപ്പായ, തെങ്ങ്, ചേമ്പ് തുടങ്ങിയ വിളകളെ ഇവ വൻതോതിൽ തിന്നു നശിപ്പിക്കുന്നതിനാൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും പുറത്തിറങ്ങുന്നത്. പകൽ സമയങ്ങളിൽ ഇലകൾക്കിടയിലും മരങ്ങളിലും ചുമരുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല എന്നതാണ് വാസ്തവം. ഇവ മനുഷ്യരുടെ ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വാർഡ് മെമ്പറെയും പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ വിവരമറിയിച്ചു. എത്രയും പെട്ടെന്ന് ഇവയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണച്ചന്ത ആഗസ്റ്റ് 18-ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാക്ക്, ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, കുടുംബശ്രീ സെക്രട്ടറി സുശീല, അക്കൗണ്ടന്റ് ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ആഗസ്റ്റ് 18, 19, 20 തീയതികളിൽ ചിറക്കൽ സംഗമം പാലസിൽ വെച്ചാണ് കുടുംബശ്രീയുടെ ഓണവിപണനമേള നടത്തുന്നത്. മേളയുടെ ഉദ്ഘാടനം രാവിലെ 10:00 കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിക്കും. ആഗസ്റ്റ് 22, 23, 24 തീയതികളിൽ നടക്കുന്ന 2ാം മേള പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തുള്ള ഹയാത്ത് സൂപ്പർ മാർക്കറ്റ് ഹാളിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വീടുകളിൽ എത്തിച്ചിരുന്ന ക്ഷേമ പെൻഷൻ ബാങ്കുകൾ വഴി നൽകാൻ തീരുമാനിച്ച UDF സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കർഷക തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. KSKTU കടിക്കാട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് നടന്ന പ്രതിഷേധ മാർച്ച് ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം V താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ബിന്ദു ചന്ദ്രൻ, MT ശ്രീനിവാസൻ, മണി ബാഹുലയൻ, ബുഷറ നൌഷാദ്, TH അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം കുന്നംകുളം ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി KK സുനിൽകുമാർ സ്വാഗതവും ശൈലജ അരുൺദാസ് നന്ദിയും പറഞ്ഞു. അഞ്ജു സുധീഷ്, ബിന്ദു മനോഹരൻ, ദാസൻ, സെബാസ്റ്റ്യൻ, പ്രസീന, ബിന്ദു സജീവ് എന്നിവർ നേതൃത്വം നൽകി. KSKTU കാട്ടകമ്പാൽ വില്ലേജിലെ AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. കുന്നംകുളം ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. AKG യൂണിറ്റ് സെക്രട്ടറി സുജിത ശിവിൽദാസ് സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് ശോഭന ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു. URF വേൾഡ് റെക്കോർഡ് ജേതാവും ഹരിദ്വാർ മനസാദേവി ട്രസ്റ്റിന്റെ കാളിദാസ പുരസ്കാര ജേതാവുമായ TK രാജഗോപാല മേനോനാണ് യജ്ഞാചാര്യൻ. മേൽശാന്തി കാരുമുക്ക് പ്രകാശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. യജ്ഞവേദിയിൽ നെൽപ്പറ, അരി, അവിൽ, മലർ, ശർക്കര, പഞ്ചസാര, നാളികേരം, നാണയം എന്നീ പറവഴിപാടുകൾ നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PT സുരേന്ദ്രൻ, M സുരേഷ്, PB പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം ആഗസ്റ്റ് 16-ന് സമാപിക്കും. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ 102ാം സ്ഥാപന തിരുനാളിന് കൊടിയേറി. ഓഗസ്റ്റ് 14, 15 തീയതികളിലായിട്ടാണ് ഇടവക ദേവാലയത്തിന്റെ സ്ഥാപന തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്കു ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്കു ശേഷം നേർച്ച വിതരണവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ നടക്കും. തിരുനാളിൻ്റെ തലേദിവസമായ 14-ാം തീയതി രാവിലെ ദിവ്യബലിക്കു ശേഷം പ്രദക്ഷിണമായി രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വിവിധ കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം, കുരിശ് എന്നിവ വെഞ്ചരിച്ച് നൽകൽ എന്നിവ നടക്കും. രാത്രി 10-ന് കൂട്ടായ്മകളിൽ നിന്നും ബാൻഡ് വാദ്യത്തിൻ്റെ അകമ്പടിയോടെ കിരീടം, കുരിശ് എന്നിവ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ആഗസ്റ്റ് 15-ന് രാവിലെ 10-നു നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പ്രജോവ് വടക്കേത്തല മുഖ്യകാർമ്മികത്വം വഹിക്കും. ഫാദർ സെൽജോ വെളിയന്നൂർക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന പ്രദക്ഷിണം കൂനമുച്ചി സെന്റർ ചുറ്റി ദേവാലയത്തിൽ സമാപിക്കും. തിരുനാളാഘോഷത്തിന് കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, MK റജി, KV ജോയ്, കേന്ദ്രസമിതി പ്രസിഡന്റ് AJ ജോൺസൺ, സെക്രട്ടറി TL സാബു, ട്രഷറർ MK ഷാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. കൂനമുച്ചി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം. ഈ ഞായറാഴ്ച 9-ാം തീയതി നവദേവാലയത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ്. അതോടൊപ്പം ഇടവക ദിനവും പൗരോഹിത്യ ജൂബിലിയും ആഘോഷിക്കുന്നു. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയ്ക്കായിട്ട് 250ഓളം ഡയാലിസിസുകൾ നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വൃക്ക രോഗികൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുണ്ട്.
പുന്നിയൂർ പഞ്ചായത്തിലെ 22-ാം വാർഡിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരമായി. വാർഡ് മെമ്പർ അബ്ദുൾ സലീം കുന്നമ്പത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക മണൽക്കാനകളും ചാലുകളും നിർമ്മിച്ചു. ബദർപ്പള്ളി ഹസൻകുട്ടി റോഡിലെ രൂക്ഷമായ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് താൽക്കാലിക മണൽക്കാന നിർമ്മിച്ചത്. കോഞ്ചാടത്ത് റോഡിലെ കാലങ്ങളായി വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്ന 10ഓളം വീട്ടുകാർ ഉൾപ്പെടുന്ന പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകാൻ താൽക്കാലിക ചാൽ നിർമ്മിച്ച് നൽകുകയായിരുന്നു. ബദർപ്പള്ളി ബീച്ചിൽ വെള്ളം കെട്ടിനിൽക്കുന്ന വള്ളങ്ങൾക്ക് സമീപത്ത് നിന്ന് ചാലുണ്ടാക്കി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്കൽ, പൊതുപ്രവർത്തകരായ അമീർ മൊയ്തീൻ പള്ളി, ഷിഹാബ് പുളിക്കൽ, വിയു സവാദ്, PA ജംഷീർ, വാപ്പു പൂവങ്കര, കബീർ കിഴക്കാട്ട്, ഏനു കോഞ്ചാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 12-ന് പന്നിത്തടം ടെൽകോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമസ്ത ജില്ലാ മദൂഹു റസൂൽ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുന്നംകുളം താലൂക്ക് സംഘാടക സമിതി അറിയിച്ചു. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സന്ദേശ പ്രചരണ പ്രയാണം, മദ്ഹ് നിറയും മദ്രസ, ബൈക്ക് റാലി, മദ്ഹോളം മിഹ്റാബിൽ, സ്പെഷ്യൽ പാരന്റ്സ് മീറ്റ്, എൻ്റെ ഹദിയ, പോസ്റ്റർ പ്രകാശനം, ആശിക്കിങ്ങളുടെ സംഗമം തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ മദ്രസകളിൽ നടന്നുവരുന്നുണ്ട്. ആഗസ്റ്റ് 10, 11 തീയതികളിലായി ജില്ലാ സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ മുസ്തഫ നദ്വി മരത്തംകോട് നേതൃത്വം നൽകുന്ന സന്ദേശ പ്രചരണ വാഹനജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരുമ്പിലാവ്, കോട്ടോൽ, മരത്തംകോട്, കേച്ചേരി, എരുമപ്പെട്ടി എന്നീ റേഞ്ചുകളിലെ പ്രധാന കവലകളിൽ പ്രചരണ സംഗമങ്ങൾ നടക്കും. കോൺഫറൻസ് ദിവസമായ ആഗസ്റ്റ് 12-ന് രാവിലെ 8:30-ന് പതാക ഉയർത്തും. തുടർന്ന് മൗലീദ് സദസ്സ് നടക്കും. 11 മണിക്ക് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ ഞാൻ കണ്ട നബി എന്ന വിഷയത്തിൽ നടക്കുന്ന ദാർശനിക സമീക്ഷ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കും. 4000-ഓളം പേർ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ജമിയത്തുൽ ഖുതുബ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ, ജില്ലാ സ്വാഗത സംഘം കോർഡിനേറ്റർ സിദ്ദീഖ് ഫൈസി മങ്കര, സമസ്ത കുന്നംകുളം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ ദാരിമി കടവല്ലൂർ, SKMMA മരത്തംകോട് റേഞ്ച് പ്രസിഡന്റ് സിംല ഹസൻ, മരത്തംകോട് റേഞ്ച് ജനറൽ സെക്രട്ടറി ഉമ്മർ മൗലവി പന്നിത്തടം, KMMA മരത്തംകോട് റേഞ്ച് സെക്രട്ടറി PS അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവാചക പ്രകീർത്തന സദസ്സോടുകൂടെ ആരംഭിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ദാർശനിക സമീക്ഷ എന്ന പേരിൽ പ്രവാചക വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങളും അവിടുത്തെ ദർശനങ്ങളുമൊക്കെ സമകാലിക സാഹചര്യത്തിൽ അതിനെ എങ്ങനെ സമൂഹത്തിൽ സമർപ്പിക്കാമെന്നതിനെ സംബന്ധിച്ച് പ്രഗത്ഭരായ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഒക്കെ അടങ്ങിയ ദാർശനിക സമീക്ഷ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കഴിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള സ്നേഹാദരവ് ചടങ്ങ് നടത്തി. എടക്കഴിയൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ചാവക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ NS രാജീവ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CI ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബഷീർ, വൈസ് പ്രസിഡന്റ് PC ഹൈദ്രോസ്, മുജീബ് റഹ്മാൻ പുള്ളിക്കുന്നത്ത്, സുലൈഖ, PL ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സ്ഥാപകനും ശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായിരുന്ന ഡോക്ടർ N ഗോപാലകൃഷ്ണന്റെ പ്രതിമാനാച്ഛാദനവും സ്മൃതിമണ്ഡപ സമർപ്പണവും ആഗസ്റ്റ് 10-ന് നടക്കും. രാവിലെ 10-ന് IISH ആസ്ഥാനമായ മഴുവഞ്ചേരിയിലെ ക്യാമ്പസിൽ നടക്കുന്ന അനാച്ഛാദന കർമ്മം ISRO സയന്റിസ്റ്റ് ജയൻ നാരായണൻ നിർവഹിക്കും. അഖില ഭാരതീയ പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ J നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കൊച്ചിൻ ഷിപ്പ്യാർഡ് മുൻ ഡയറക്ടർ മധു S നായർ, ഹരിയാന ഋഷിഹുഡ് സർവകലാശാല ഡയറക്ടർ ഡോക്ടർ സമ്പ്രദാനന്ദ മിശ്ര, അസോസിയേറ്റ് പ്രൊഫസർ അനുശ്രീ, വിദ്യാഭാരതി ദക്ഷിണ ഭാരത സെക്രട്ടറി NCT രാജഗോപാൽ, ഡോക്ടർ സുരേന്ദ്രനാഥ കൈമൽ, ഡോക്ടർ CG നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിക്കും. മൂക്കുതല പൂരപ്രേമി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി.
അണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു ആനയൂട്ട്. ഗജവീരന്മാരായ കൊളക്കാടൻ കുട്ടികൃഷ്ണനും കൊളക്കാടൻ ഗണപതിയും ആനയൂട്ടിനായി എത്തി. ഭക്തജനങ്ങൾ പഴങ്ങളും വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളും കരിവീരന്മാർക്കായി നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുസ്ലിം ലീഗ് നേതാവായിരുന്ന ഇ.പി. കമറുദ്ദീന്റെ പേരിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എക്സലൻസ് അവാർഡ് വിതരണവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 16, 17 വാർഡുകളിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടുകാട് ചോറ്റിലപ്പാറ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് A.A. അക്ബർ അധ്യക്ഷനായി. കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫസലുദ്ദീൻ കമറുദ്ദീൻ മുഖ്യാതിഥിയായി. ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. സെയ്ദ് മുഹമ്മദ് പ്രാർത്ഥന നടത്തി. ജനറൽ സെക്രട്ടറി P.A. സാദിഖ്, ഗ്രാമപഞ്ചായത്ത് അംഗം അനുഷ ഷാഫർ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് M.A. സുബൈർ, ദുബൈ KMCC മുൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് വെട്ടുകാട്, ലീഗ് റിലീഫ് സെൽ ജനറൽ കൺവീനർ R.A. ഇസ്ഹാഖ്, ഷാർജ KMCC മണ്ഡലം ജനറൽ സെക്രട്ടറി A.M. ഉസ്മാൻ, MSF പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി A.M. ബിലാൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ നൂറുദ്ദീൻ വെട്ടുകാട് എന്നിവർ സംസാരിച്ചു. അമേരിക്കയിലെ ഫിലാഡൽഫിയ അക്കാദമി ഓഫ് മാനേജ്മെന്റിൽ നിന്നും PG റിസർച്ച് സ്കോളർ DEI ട്രാവൽ ഗ്രാന്റ് നേടിയ റജുല അബ്ദുൾ റഷീദ്, നീറ്റ് മെറിറ്റിൽ MBBS പ്രവേശനം നേടിയ അഫ്സാന അലിമോൻ, ഫാത്തിമ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് തൂവാനൂർ, R.K. മൂസക്കുട്ടി ഹാജി, RM മൊയ്തുട്ടി എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചിറ്റാടിക്കര PC ജോസഫ് സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷനായി. PG സുബിദാസ്, KS പ്രമോദ്, PA ഷൈൻ എന്നിവർ സംസാരിച്ചു. KS പ്രമോദ് കൺവീനർ, VA പ്രമോദ് ജോയിന്റ് കൺവീനർ എന്നിവർ ഭാരവാഹികളായ 15 അംഗ കമ്മിറ്റിയെ കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ. സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം. അരിയന്നൂരിൽ താമസിക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപികയായിരുന്ന KS ഗീത നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തൃശൂർ കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിലെ ഹിസ്റ്ററി അധ്യാപകനായിരുന്ന പരേതനായ വല്ലത്ത് താഴേക്കുനിയിൽ കൃഷ്ണചന്ദ്രൻ മാസ്റ്ററാണ് ഭർത്താവ്. രേഷ്മ, രചന എന്നിവർ മക്കളാണ്. മാടക്കത്തറ മൂർത്താട്ടിൽ പരമേശ്വരൻ മകൻ ബേബി എന്ന ജയകുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം മാടക്കത്തറ പഞ്ചായത്ത് നിദ്രാലയത്തിൽ നടന്നു. ബാംഗ്ലൂർ വിദ്യാരണ്യപുരയിൽ താമസിക്കുന്ന പരേതനായ കുരിശിങ്കൽ പീറ്റർ മകൻ പാട്രിക് ലോറൻസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ബാംഗ്ലൂർ നേറ്റിവിറ്റി ചർച്ചിലും തുടർന്ന് സംസ്കാരം ഫാത്തിമ സെമിത്തേരിയിൽ നടക്കും. ആനി ഭാര്യയും മരിയ ജസീക്ക, മരിയ മോണിക്ക എന്നിവർ മക്കളുമാണ്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് പാക്കത്തിന്റെ പിതാവ് ആനായിക്കൽ പാക്കത്ത് വീട്ടിൽ മോഹനൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8:30 വീട്ടുവളപ്പിൽ നടക്കും. സാവിത്രി ഭാര്യയും സുമേഷ്, സുമിന, സുഭാഷ് എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ. ഗുരുവായൂരിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത് വികസനങ്ങൾ നടപ്പിലാക്കുമെന്നും ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മുരളീധരൻ. ഗുരുവായൂരിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെ ഗുരുവായൂർ പോലീസ് 24 മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി. കൊല്ലം സ്വദേശികളായ ബന്ധുക്കളായ 2 പേരാണ് കേസിൽ പിടിയിലായത്.
പുന്നീർകുളത്ത് ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. കർഷകരും പ്രദേശവാസികളും ആശങ്കയിൽ. ഒച്ചുകളുടെ സ്രവങ്ങളിലൂടെ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നിമാവിരകൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശവാസികൾ ഭീതിയിൽ. എത്രയും വേഗം പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യം. പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമത്തിനായി ഒരുങ്ങി ശ്രീകൃഷ്ണ കലാലയം. ഹൃദയത്തിൽ ശ്രീകൃഷ്ണ 2.0 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കോളേജ് സ്ഥാപിതമായ 64 മുതൽ 2026 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.